നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്കുണ്ടല്ലോ എൻ്റെ ഇങ്ങനെ ഇരിക്കണ ഈ മുടിയെ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇപ്പം ഞാനുണ്ടല്ലോ തല നനച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഡ്രയർ വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത്. ഹെയർ ഒട്ടും കെയർ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒട്ടും മാനേജബിളും അല്ല, ഫ്രിസിയാണ് താനും. ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ സെക്ഷൻ ആയിട്ട് എടുത്താട്ടോ ഞാൻ ഹെയർ സ്ട്രൈറ്റൻ ചെയ്യാറ്. സ്ട്രൈറ്റ്നറിൻ്റെ ഹീറ്റ് ഞാൻ 200-ലാട്ടോ സെറ്റ് ചെയ്തിടാറ്. ഒരു 2-3 തവണ ചെയ്യുമ്പോൾ തന്നെ ഹെയർ നന്നായിട്ട് അത്യാവശ്യം സ്ട്രൈറ്റായി വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഇതാണ്, ഈ സൈഡിലെയാണ് ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്യാത്തത്. ഇതാണ് ഞാൻ അയൺ ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഹെയറും. എനിക്കുണ്ടല്ലോ എൻ്റെ ഹെയർ എപ്പോഴും നല്ല സെറ്റായിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എവിടെയെങ്കിലും പോകാനാണെങ്കിലോ അല്ലെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിലൊക്കെ അല്ലെ ചുമ്മാ കണ്ണാടി നോക്കി ഇരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമായിരിക്കും അല്ലേ, അതോ ഇനി ഞാൻ മാത്രമാണോ അങ്ങനെ? അയൺ ചെയ്തതിന് ശേഷം ഞാൻ 2-3 ഡ്രോപ്സ് ഹെയർ സീറം കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് ഇനി ഒരു പരിപാടി കൂടിയുണ്ട്. സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഉണ്ടല്ലോ ഞാൻ ചെയ്യാറ് അതിൻ്റെ എൻഡ് ചുരുട്ടി ഇടുക കേട്ടോ. എൻ്റെ ഹെയർ അധികം സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ കിടക്കുന്ന അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ ഫ്രണ്ട് സെക്ഷനിലും ഹെയറിൻ്റെ എൻഡിലൊക്കെ സ്ട്രൈറ്റ്നർ വെച്ചിട്ട് തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ കേൾ ചെയ്ത് ഇടാറുണ്ട്. അങ്ങനെ കാണാനാട്ടോ എനിക്ക് ഒന്നും കൂടെ എൻ്റെ ഹെയർ ഇഷ്ടം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാതെ പോലും എൻ്റെ ഹെയർ നെക്സ്റ്റ് ഹെയർ വാഷ് വരെ ഇങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബായ്.